ഹലോ ഗായ്സ്, എല്ലാവർക്കും കൈറോ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC വഴി കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി പോസ്റ്റിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ജോബ് സ്വപ്നം കാണുന്ന +2 പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇതൊരു നല്ലൊരു അവസരമാണ്. ഈ വീഡിയോയിൽ ക്വാളിഫിക്കേഷൻ, സാലറി, ഏജ് ലിമിറ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ്, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതൊക്കെ സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ടോളൂ. വീഡിയോ കാണുന്ന മുന്നേ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഈ റിക്രൂട്ട്മെൻറ്റ് കേരള PSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ്. പോസ്റ്റ് നെയിം ഈസ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി. റിക്രൂട്ട്മെൻറ്റ് ആംഡ് പോലീസ് ബാറ്റലിയോണിലേക്കാണ്. നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാറ്റഗറി നമ്പർ 68/2026, 69/2026 ആണ്. ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. കേരള PSC 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ഉള്ളവർക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി സാലറി നോക്കാം. ഈ പോസ്റ്റിൻ്റെ സാലറി സ്കെയിൽ 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ്. ഇതിന് പുറമെ DA, HRA, മറ്റു ഗവൺമെൻറ് അലവൻസും ലഭിക്കും. അതുകൊണ്ട് സാലറിയും ഗവൺമെൻറ് ജോബും സെക്യൂരിറ്റിയും നോക്കിയാൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസ് നോക്കാം. കാറ്റഗറി നമ്പർ 68/2026 SAP ട്രിവാൻഡ്രം 2 വേക്കൻസി, കാസർഗോഡ് 2 വേക്കൻസി, എറണാകുളം 1 വേക്കൻസിയുമാണുള്ളത്. തൃശ്ശൂരിൽ 1 വേക്കൻസിയും. കാറ്റഗറി നമ്പർ 69/2026 വിശ്വകർമ്മ കാറ്റഗറിക്ക് തൃശ്ശൂരിൽ 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇത്രയാണെങ്കിലും ഫ്യൂച്ചറിൽ കൂടുതൽ വേക്കൻസീസ് വരാൻ ചാൻസുമുണ്ട്. ഏജ് ലിമിറ്റ് 18 മുതൽ 33 വയസ്സ് വരെയാണ്. അതായത് ജാനുവരി 2, 1993 മുതൽ ജാനുവരി 1, 2008 വരെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് കാറ്റഗറി കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 മാത്രം മതി. ഡിഗ്രി ഒന്നും മാൻഡറ്ററി അല്ല. +2 കഴിഞ്ഞ് ഗവൺമെൻറ് ജോബ് നോക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇതൊരു നല്ല ചാൻസാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മിനിമം ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ, എക്സ്പാൻഷൻ വരുമ്പോൾ മിനിമം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും നോർമൽ വിഷൻ ആയിരിക്കണം. അതുകൊണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ചെക്ക് ചെയ്യുക. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ടോട്ടൽ 8 ഇവൻറ്റ്സ് ആണുള്ളത്. അതിൽ 5 ഇവൻറ്റ്സ് പാസ് ചെയ്താൽ മതി. ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് 100 മീറ്റർ റൺ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ക്രിക്കറ്റ് ബോൾ ത്രോ, റോപ്പ് ക്ലൈമ്പിംഗ്, പുൾ അപ്പ്, 1500 മീറ്റർ റൺ. എല്ലാ ഇവൻറ്റ്സും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ 8ൽ നിന്നും 5 എണ്ണം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ കേരള PSC 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് ചെയ്യേണ്ടത്. PSC പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക, നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്യുക, ശേഷം അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസൊന്നും ഇല്ല. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5, 2026 ആണ്. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ എത്രയും വേഗം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഗവൺമെൻറ് ജോബ് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഡെയിലി PSC, SSC, റെയിൽവേ, ബാങ്കിങ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കാൻ കൈറോ ഡയറി സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.